Meet the editors. ഹലോ, ഗുഡ് ഈവനിംഗ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് സർക്കാരിന് സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശം. ജൂലൈ 25 മുൻപ് അപേക്ഷകർക്ക് റിപ്പോർട്ട് നൽകണമെന്നാണ് കമ്മീഷന്റെ ഉത്തരവ്. റിപ്പോർട്ടിലെ വ്യക്തിപരമായ വിവരങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം പുറത്തുവിടുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. റിപ്പോർട്ട് സുപ്രധാന വിധിയാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷനുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. 2019 സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് സ്വകാര്യതാ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് പുറത്തുവിടാതിരുന്നത്. എന്നാൽ വിവരാവകാശ നിയമപ്രകാരം വിലക്കപ്പെട്ടവ ഒഴികെ ഒരു വിവരവും മറച്ചുവെക്കാതെ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം ഉത്തരവിട്ടിരിക്കുന്നത്. നൽകാനാവാത്ത വിവരങ്ങൾ സെക്ഷൻ 10A പ്രകാരം വേർതിരിച്ച് ബാക്കി മുഴുവൻ വിവരങ്ങളും നൽകണം. വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടക്കുന്ന സൂചകങ്ങൾ ഒഴിവാക്കാനും കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ജൂലൈ 25-നകം റിപ്പോർട്ട് അപേക്ഷകർക്ക് നൽകണമെന്നും ഉത്തരവ് പൂർണ്ണമായും നടപ്പാക്കി എന്ന് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട്. വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പഠിച്ച ശേഷം നടപടി സ്വീകരിക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു. ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായി ഒരുപാട് വിഷയങ്ങൾ അതിനകത്ത് അവർ പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നാൽ ആ പ്രതിപാദിച്ച കാര്യത്തിൽ ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞങ്ങൾ നോട്ട് ചെയ്യും. ആ പ്രധാനപ്പെട്ട പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ, അവരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ, അതിനു മുമ്പ് അടൂർ ബാലകൃഷ്ണൻ സാറിന്റെ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു കോൺക്ലേവ് കേരളത്തിൽ നടത്തണം, ഒരു സിനിമാ കോൺക്ലേവ് കേരളത്തിൽ നടത്തണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ മുഖ്യമായി സിനിമാ രംഗത്തെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അതിൻ്റെ മുന്നോട്ടുള്ള വളർച്ച, അതിൻ്റെ ഭാവി, ഇതിനെ സംബന്ധിച്ചുള്ള ഒരു രൂപരേഖ തയ്യാറാക്കാനുള്ള ചർച്ചയാണ്. ഈ മഴ കഴിഞ്ഞാൽ ഉടൻ അത് സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതുവരെയും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാത്ത ഉദ്യോഗസ്ഥ നിലപാടിനെയും വിവരാവകാശ കമ്മീഷൻ വിമർശിച്ചു. മുൻവിധിയോടെയാണ് സാംസ്കാരിക വകുപ്പ് റിപ്പോർട്ടിലെ വിവരങ്ങൾ നിഷേധിച്ചതെന്നും വിവരാവകാശ കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. 2017 നവംബർ 16 പ്രവർത്തനം ആരംഭിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി 2009 ഡിസംബർ 31 സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ചോദ്യം ഇതാണ്: ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ പേടിയോ സർക്കാർ? സ്മൃതി, 2019 ഡിസംബർ 31 ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അന്ന് സമർപ്പിച്ചു കഴിഞ്ഞ് 4 വർഷങ്ങൾ കഴിയുന്നു, അല്ലേ? 5ാമത്തെ വർഷമാണ്. ഇതുവരെയും കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നോ, എന്തൊക്കെയാണ് അതിലെ പരാമർശമെന്നോ ആർക്കും അറിയില്ല. വെളിച്ചം കണ്ടില്ല. 1,06,00,000 രൂപ അതിൽ ചിലവാക്കുകയും ചെയ്തു. ഭയമുണ്ടോ സർക്കാർ? ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാരിന് പേടിയാണ്. കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ വിമുഖതയാണ് എന്നുള്ളതാണ്. ഈ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ട പശ്ചാത്തലം എന്ന് പറയുന്നത് നടി ആക്രമിക്കപ്പെട്ട സംഭവമാണല്ലോ. അത് 2017 ഫെബ്രുവരി 17 നടക്കുന്നത്. അത് കൊച്ചിയിൽ നടക്കുന്ന സംഭവം. അതിനുശേഷം ആണ് സിനിമാ മേഖലയ്ക്കകത്ത് എത്രത്തോളം സ്ത്രീകൾ വിവേചനം നേരിടുന്നുണ്ട്, ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പലരും തുറന്നു പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ WCC എന്നൊരു സംഘടന രൂപീകരിക്കപ്പെടുന്നു. അങ്ങനെ ആ WCC എന്ന സംഘടനയുടെ ആവശ്യപ്രകാരം രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാനായി ഒരു കമ്മിറ്റിയെ ഒരു സർക്കാർ നിയോഗിക്കുന്നു. അപ്പോൾ അത് വലിയ പ്രതീക്ഷയാണ് നൽകിയിരുന്നത്. ആ കമ്മിറ്റി ഒരു റിപ്പോർട്ട് കൊണ്ടുവരും, സിനിമാ മേഖലയിൽ വിവേചനം അവസാനിപ്പിക്കാൻ വലിയ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷ. 6 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് അന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി 3-അംഗ കമ്മീഷനായിരുന്നല്ലോ. നടി ശാരദയും KB വത്സലകുമാരിയും അടക്കമുള്ള 3-അംഗ കമ്മിറ്റി. ആ കമ്മിറ്റി അതിനൊരു 2 വർഷമെടുത്തു റിപ്പോർട്ട് തയ്യാറാക്കാൻ. ആ റിപ്പോർട്ട് തയ്യാറാക്കുന്ന സിനിമാ മേഖലയിലെ ഒട്ടുമിക്ക ആളുകളുടെയും മൊഴികൾ ശേഖരിച്ചിട്ടാണ്, വിവരങ്ങൾ ശേഖരിച്ചിട്ടാണ്. ആ മൊഴികൾ നൽകാൻ വിമുഖത സ്ത്രീകളും പുരുഷന്മാരും അടക്കം വിമുഖത കാണിച്ചിരുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാകുമോ എന്ന് ഭയന്നിരുന്നു എന്നതടക്കം ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽ എന്താണ് ഈ റിപ്പോർട്ടിലുള്ളത്, ആ റിപ്പോർട്ട് പുറത്തുവിടേണ്ടേ എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തുവിടുമെന്നും റിപ്പോർട്ടിന്മേൽ വിപ്ലവകരമായ തീരുമാനങ്ങൾ സർക്കാരിൽ നിന്നുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് വച്ചിരുന്നത്. ഇതിപ്പോൾ സങ്കീർണമായ ചില നിയമപ്രശ്നങ്ങൾ ഇതിലുണ്ട്. പക്ഷേ ഈ കമ്മിറ്റി മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും പല ഘട്ടങ്ങളിലും പുറത്തു വന്നിട്ടുണ്ട്, അല്ലേ? അതിൽ പ്രശ്നങ്ങൾ ഉന്നയിച്ചവർ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ എന്നുള്ള പുറത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ മിന്നിത്തിളങ്ങുന്ന സിനിമാ ലോകം എന്ന് പറയുമ്പോൾ സിനിമാ ലോകത്ത് സ്ത്രീകൾക്ക് നായികമാരെ മാറ്റി നിർത്താം, അവർക്ക് ചിലപ്പോൾ മറ്റു ചില സൗകര്യങ്ങളുണ്ടാകും.
പക്ഷേ അല്ലാതെയുള്ള നടിമാർ, പ്രധാനപ്പെട്ട നടിമാർ തന്നെ പറയുന്നവർക്ക് ബാത്റൂം സൗകര്യമില്ല, വേഷം മാറാൻ പോലുള്ള സംവിധാനമില്ല എന്ന് പറയുകയാണ് പല സെറ്റുകളിൽ. അപ്പോൾ ഈ വിഷയങ്ങളടക്കം പുറത്തു വരുമ്പോൾ ഇതിലൊക്കെ ഒരു പരിഹാരമാണ് പ്രതീക്ഷിച്ചിരുന്നത്. അങ്ങനെ ഇതിന്മേൽ ഒരു പ്രതികരണം ഈ മന്ത്രി സജി ചെറിയാനോട് ആവർത്തിച്ച് പല ഘട്ടങ്ങളിലും ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് ആർക്കാണ് ഇത്ര ധൃതി എന്നുള്ളതാണ്. അതിന് ധൃതി എന്ന് പറയുന്ന എന്തൊരു പരിഹാസ്യമായ മറുപടിയാണത്. ആർക്കാണ് ഇത്ര ധൃതി? നോക്ക്, ഇന്ന് തന്നെ ഇപ്പോൾ പറയുമ്പോൾ എന്താണ് ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് പറയുമ്പോഴും അത് കൃത്യമായി തന്നെ വിവരാവകാശ കമ്മീഷൻ പറയുന്നുണ്ട് ആരുടെയും സ്വകാര്യതയിലേക്ക് കടക്കണ്ട. അതായത് ആരാണ് ആക്രമിക്കുന്നതെന്നും ആരാണ് ആക്രമിക്കപ്പെട്ടതെന്നും എന്നുള്ള കാര്യങ്ങളൊന്നും പറയണ്ട. അത് വിവിധ തലത്തിലുള്ള വിഷയങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ ലൈംഗികാക്രമണം മാത്രമല്ല, പേരുകൾ പറയണ്ട, ആ സാഹചര്യമാണ് മാറ്റേണ്ടത്. അപ്പോൾ അതിനുള്ള നിർദ്ദേശങ്ങൾ വേണം. അപ്പോൾ എന്താണത് പുറത്തുവിടാൻ ഇത്ര മടി? പുറത്തുവിടുന്നില്ല. ആർക്കാണ് ഇത്ര ധൃതി എന്ന് ചോദിച്ചു. ഇപ്പോൾ പറയുന്നു മഴ മാറിക്കഴിഞ്ഞാൽ ഒരു കോൺക്ലേവ് ഉണ്ടെന്ന്. മഴ മാറിക്കഴിഞ്ഞുള്ള കോൺക്ലേവ്, മഴ ഇടയ്ക്കിടയ്ക്കൊക്കെ മഴയുണ്ടാവും. പിന്നെ ഏത് കാലത്തേക്കാണ് അദ്ദേഹം മാറ്റിവെക്കുന്നതെന്ന് അറിയില്ല. ഈ മാസം 25-ന് അകം വേണം എന്നാണ് വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞ ദിവസത്തിനുള്ളിൽ അത് ചെയ്യുന്നില്ല എങ്കിൽ അത് ചെയ്യുന്നതിനുള്ള താമസം നേരിടുകയാണ്. അല്ലെങ്കിൽ അഥവാ ഈ ഇതിലെ കാര്യങ്ങൾ വളരെ ഗുരുതരമായ വിഷയങ്ങളുണ്ട്, പുറത്ത് പറയാൻ പറ്റില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് പുറത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ പുറത്ത് പറയാൻ പറ്റില്ലാത്ത കാര്യങ്ങളായതുകൊണ്ട് ഇനി ഇത് പുറത്തു വിടുന്നില്ല എന്ന രൂപത്തിലാണ് സർക്കാർ പോകുന്നതിൽ സർക്കാരിന് മേൽ അപ്പീൽ പോകേണ്ടി വരും. അപ്പോൾ അപ്പീൽ പോവുകയാണെങ്കിൽ സ്ത്രീവിരുദ്ധമായ സർക്കാരാണിതെന്ന് പറയേണ്ടി വരും. അങ്ങനെയാണോ ഈ സർക്കാർ? അത് സർക്കാർ വ്യക്തമാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. എന്തൊക്കെയാണ്? ലൈംഗിക പീഡനം, ലിംഗവിവേചനം, കാസ്റ്റിംഗ് കൗച്ച്, ശുചിമുറികളുടെ അഭാവം, അശ്ലീല പദപ്രയോഗം എന്നിവ സംബന്ധിച്ച് ഗുരുതരമായ പരാമർശങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട താരങ്ങൾ, പ്രധാനപ്പെട്ട പല സംവിധായകരുടെയും പേരുണ്ടെന്ന് പറയുന്നു. ഞെട്ടിക്കുന്ന പേരുകളുണ്ട് എന്ന് പറയുന്നു. ഈ ഞെട്ടിക്കുന്ന പേരുകളൊക്കെ കേൾക്കാനൊക്കെ ഒരു എന്താ പറയുക, പരദൂഷണം കേൾക്കുന്ന താല്പര്യത്തോടെ നിൽക്കുന്നവരുണ്ടാകാം. ആ കഥകളൊന്നും പറയണ്ടെന്നേ, അതിലെ എരിവും പുളിയുള്ള കഥകളൊന്നും ആർക്കും കേൾക്കണ്ട. ഇതാണ് അവസ്ഥ. അതായത് സമൂഹത്തിൽ വരുന്ന വലിയ മാറ്റങ്ങൾ, ആ മാറ്റങ്ങളൊന്നും ഉൾക്കൊള്ളാതെ ഈ താരങ്ങൾ എന്ന് പറയുന്നവർ വേറെ ഒരു തരം ലോകത്തിൽ, അതായത് വളരെ പ്രിമിറ്റീവായ ലോകത്തിലാണ് കഴിയുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ ഒരു സിനിമാ പ്രവർത്തക വിളിച്ചു പറയുന്നു, ഈ അമ്മ എന്ന സംഘടനയിൽ അവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ, ആ തെരഞ്ഞെടുപ്പിൻ്റെ ബൈലോ തന്നെ ഭയങ്കര തമാശയാണ് എന്ന് പറഞ്ഞു. അതുകൂടാതെ അവർ പറയുന്നത് ആ വേദിയിൽ വെച്ച് പ്രധാനപ്പെട്ട ഒരു നടൻ അവിടെ ഇരിക്കുന്ന ഒരു നടിയെക്കുറിച്ച് ഒരു മസാല പ്രതികരണം നടത്തി. ആ പ്രതികരണം നടത്തുന്ന മൈക്കിലൂടെ വിളിച്ച് തമാശയായിട്ടാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന എല്ലാവരും ചിരിക്കുന്നു. ആ നടിക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര രോഷമുണ്ടാകുന്നു. അവർ എണീച്ചു പ്രതികരിക്കുന്നു. അപ്പോൾ ഉടനെ അദ്ദേഹം പറയുന്നു, വലിയ നടൻ പറയുന്നു, ഞാൻ ക്ഷമ ചോദിച്ചേക്കാം എന്ന് പറയുന്നു. ഇതൊരു തമാശയാണ്, മൊത്തത്തിൽ തമാശയായി. അതായത് ഒരാളെ, ഒരു സ്ത്രീക്കെതിരെ മോശം പരാമർശം നടത്തുന്ന ഒരു തമാശയായിട്ട് എല്ലാവരും അങ്ങോട്ട് കേൾക്കുകയാണ്. ഞാൻ വേണമെങ്കിൽ ക്ഷമ ചോദിക്കാമെന്ന് പറയുന്നു. ഉടനെ എല്ലാവരും അവിടുത്തെ പുരുഷ കേസുകളിലൊക്കെ ഉണർന്നു. ഈ നടനെ കൊണ്ട് മാപ്പ് പറയിക്കുക, എന്താ കഥ, അങ്ങനെ പറയാൻ പാടില്ല, അതിൻ്റെ ആവശ്യമില്ല. അവർ പിന്നെ അത് പരാതിപ്പെടാനൊന്നും പോയില്ല. ഇങ്ങനെ ചെറിയതും വലുതുമായ ഒരുപാട് സംഭവങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ടെന്നേ, പുറത്തേക്ക് പറയില്ല, പുറത്തേക്ക് പറയാൻ പേടിയാണ്. അപ്പോൾ അമ്മ എന്ന സംഘടന WCC എത്രത്തോളം എതിർത്തു എന്നുള്ള കാര്യം അറിയാവുന്നതാണ്. ഇപ്പോൾ ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് പ്രതികരിക്കുന്ന ആളുകൾക്ക് പിന്നെ ഒരു റോളുമില്ല. അത് നടിയായാലും സംവിധായകയായാലും എന്തായാലും അവരെ പൂർണ്ണമായും മാറ്റി നിർത്തും. അങ്ങനെ ഒരു വിവേചനം അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട താരം തന്നെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അങ്ങനെ റിസ്ക് എടുത്ത് വേണം പ്രതികരിക്കാൻ. അങ്ങനെ റിസ്ക് എടുക്കുന്നവർക്ക് എത്രത്തോളം നിലനിൽപ്പുണ്ട് ഈ മേഖലയിൽ? അപ്പോൾ ആളുകളെ എന്തൊക്കെ തരത്തിൽ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരണം, 30% സ്ത്രീ ലിംഗനീതി പറയുന്ന സിനിമകൾ കൊണ്ടുവരണം, ആ രൂപത്തിൽ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യമുള്ള സിനിമകൾ എടുക്കണം. അങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ, ഫലപ്രദമായ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. ഈ നിർദ്ദേശങ്ങൾ നടപ്പാക്കിയാൽ പുരുഷന്മാർക്കും ഗുണം ചെയ്യുന്നതാണെന്നാണ് കമ്മിറ്റി പറയുന്നത്, ഹേമ കമ്മിറ്റി പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഈ പറയുന്ന താരങ്ങളെ ഭയന്നോ അല്ലെങ്കിൽ നിർമ്മാതാക്കളെ ഭയന്നോ വലിയ നികുതി, സർക്കാരിന് നികുതി തരുന്ന ഈ സംവിധാനത്തെ തകിടം മറിക്കേണ്ട, ഇതിപ്പോൾ ഇങ്ങനെ പോയിക്കോട്ടെ. ഇപ്പോൾ ഇവിടെ മാത്രമല്ലല്ലോ, ഇപ്പോൾ നോക്കുമ്പോൾ തമിഴ്നാട്ടിൽ നോക്കുമ്പോൾ, കന്നഡയിൽ നിൽക്കുമ്പോൾ, കന്നഡ സിനിമാ ലോകത്ത് നോക്കുമ്പോൾ, വേണമെങ്കിൽ ബോളിവുഡിലേക്ക് നോക്കുമ്പോൾ ഇതിലേക്കാട്ടും വലിയ അവസ്ഥയായിരിക്കും. അപ്പോൾ നമ്മൾ അത്രയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ആശ്വസിക്കുകയായിരിക്കാം ഒരു പക്ഷേ സർക്കാർ അങ്ങനെയല്ലല്ലോ നമുക്ക് വാക്കുന്നത്. ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ടാണല്ലോ കൊട്ടേഷൻ കൊടുത്തൊരു ബലാത്സംഗം നടന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഒരു തീരുമാനം എടുക്കേണ്ടതാണ്. അപ്പോൾ ഒളിച്ചോടാൻ ഇനി പറ്റില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. പറയേണ്ടി വരും. ഒന്നുകിൽ ഇത് പുറത്തു വിടുക, അല്ലെങ്കിൽ എന്തുകൊണ്ട് പുറത്തു വിടുന്നില്ല എന്ന് കോടതിയിൽ പറയേണ്ട അവസ്ഥ വരും. തീർച്ചയായിട്ടും പുറത്തുവിടാൻ ഭയമോ എന്ന ചോദ്യത്തിന് പുറത്തുവിടാൻ ഭയം തന്നെയാണ്. അഥവാ നിലവിൽ പുറത്തുവിട്ടാൽ ഒരുപാട് ചർച്ചകൾ അതിന് പിന്നാലെ നടക്കും. ആ ചർച്ചകൾ ഈ സർക്കാരിനെ സംബന്ധിച്ച് നിലവിലിരിക്കുന്ന ഒരു യൂഫോറിയ, ഒരു മനസ്വസ്ഥ്യം ചിലരുടെയെങ്കിലും നഷ്ടപ്പെടുത്തുമെന്നുള്ളൊരു ഭയമാണ് എന്നതാണ് എൻ്റെ ടേക്ക്. നമ്മൾ സാധാരണ പറയുന്നൊരു പ്രയോഗമുണ്ട്, ഫാലോസെൻട്രിസം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പുല്ലിംഗബോധമാണ് നിങ്ങളുടെ ഒരു സമൂഹത്തെ നയിക്കുന്നതെങ്കിൽ അതൊരു ഫാലോസെൻട്രിക് സമൂഹമാണ് എന്നാണ്. രാഷ്ട്രീയം നിങ്ങൾ നോക്കൂ, ഫാലോസെൻട്രിക് ആണ്.
സിനിമ നിങ്ങൾ നോക്കൂ, ഈ പുല്ലിംഗബോധം ഏറ്റവും ശക്തമുള്ള ഒരു സമൂഹത്തിലാണ് നിൽക്കുന്നത്. ആ പുല്ലിംഗബോധത്തിൻ്റെ ആവിഷ്കാരമാണ് പലപ്പോഴും തമാശകളായിട്ട് ജോക്കുകളായിട്ട് വരുന്നത്. അതാണ് പലപ്പോഴും നിയമങ്ങളായിട്ട് വരുന്നത്, ചട്ടങ്ങളായി വരുന്നത്, ചില ആചാരങ്ങളും കൺവെൻഷനുകളുമായി വരുന്നത്. ഇത് ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന മേഖലകളിലൊന്നാണ്. എല്ലാ മേഖലകളിലും ഈ പുല്ലിംഗബോധമുണ്ടെങ്കിലും ചില മേഖലകളിൽ നിന്നൊക്കെ അത് ശക്തമായ ചെറുത്തുനിൽപ്പുകൾക്ക് വിധേയമായ ഒരു പരിധിവരെ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. അക്കാഡമിക്സിലുണ്ട്. അക്കാഡമിക്സിലെ ആ ബോധത്തെ പലതവണ വിദ്യാർത്ഥിനികൾ ചെറുത്തിട്ടുണ്ട്. വിദ്യാർത്ഥിനികൾ ചെറുക്കാൻ വേണ്ടി വരുമ്പോൾ അവരെ നിയന്ത്രിക്കുന്ന ഈ പുല്ലിംഗബോധമുള്ള അക്കാഡമിക് പൊസിഷനിൽ ഇരിക്കുന്നവരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളുടെ കോളേജുകളാണെങ്കിലും സർവകലാശാലകളാണെങ്കിലും അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ സ്ത്രീ സാന്നിധ്യമുണ്ട്. എന്നാൽ സിനിമയിലും രാഷ്ട്രീയത്തിലും മാധ്യമങ്ങളിലേക്കുമൊക്കെ എത്തുമ്പോൾ ഈ പുരുഷാധിപത്യം പല രീതിയിൽ സ്ത്രീകളുടെ മനുഷ്യാവകാശങ്ങൾ ചൂഷണം ചെയ്യുന്നതായിട്ട് കാണാം. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് 2018 മെയ്യിൽ, അതായത് മലയാളത്തിലെ വളരെ പ്രശസ്തയായ നടി ആക്രമിക്കപ്പെട്ട 2017 ഫെബ്രുവരിക്ക് ശേഷം ഏകദേശം ഒരു വർഷം കഴിഞ്ഞാണ് ഈ കമ്മിറ്റി ഉണ്ടാവുന്നത്. ആ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നതാവട്ടെ 2019 ഡിസംബർ മാസത്തിലുമാണ്. ഏകദേശം 1.5 വർഷത്തിനു ശേഷമാണ് ആ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. 3 പ്രധാനപ്പെട്ട അംഗങ്ങൾ: നടിയായ ശാരദ, IAS ഉദ്യോഗസ്ഥയായ KB വത്സലകുമാരി, ഒപ്പം ജസ്റ്റിസ് ഹേമയും. ഈ 1.5 വർഷക്കാലം നമ്മുടെ ഖജനാവിൽ നിന്ന് 1,06,50,000 രൂപ മുടക്കിയാണ് ഈ ഹേമ കമ്മിറ്റി പ്രവർത്തിച്ചത്. ആ ഹേമ കമ്മിറ്റി പ്രവർത്തിച്ചതിന് ശേഷം ഡിസംബർ 31-ാം തീയതി, അതായത് 4.5 വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തൊരു റിപ്പോർട്ട്, ആ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ആ റിപ്പോർട്ട് നടപ്പിൽ വരുത്തണമെന്നും ആ റിപ്പോർട്ടിലെ മാർഗനിർദ്ദേശങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് സർക്കാർ നിയമം നിർമ്മിക്കണമെന്നും വളരെ കൃത്യമായി പറഞ്ഞിരുന്നു എന്ന വാസ്തവം നമ്മുടെ മുന്നിലുണ്ട്. ഇതിരിക്കുമ്പോഴാണ് 4.5 വർഷമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കോൾഡ് സ്റ്റോറേജിലാണ്. അതായത് എൻ്റെയും നിങ്ങളുടെയും നികുതിപ്പണം എടുത്തൊരു കമ്മിറ്റിയെ തീരുമാനിക്കുക, ആ കമ്മിറ്റി വിശദമായി പഠിച്ച് വിശദമായി കേട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. ആ റിപ്പോർട്ടിന് പല ഭാഗങ്ങളുണ്ട്. അതിൽ സംഭവങ്ങളെ കൃത്യമായി വിവരിക്കുന്ന ഭാഗങ്ങളുണ്ട്, ഏറ്റവും ഒടുവിൽ മാർഗനിർദ്ദേശങ്ങളുമുണ്ട്. ആ റെക്കമെൻഡേഷൻസ് നടപ്പിലാക്കാൻ, അതിലെ റെഗുലേഷൻസ് നടപ്പിലാക്കാൻ എന്തുകൊണ്ടാണ് സർക്കാരിന് ഭയം എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ 1-2 കാര്യങ്ങൾ പ്രധാനമായും നോക്കണം. ഈ കമ്മിറ്റി റിപ്പോർട്ട് ലിംഗവിവേചനത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കമ്മിറ്റി റിപ്പോർട്ട് ലൈംഗിക പീഡനത്തെക്കുറിച്ച്, തൊഴിലിടങ്ങളിലെ ലൈംഗിക പീഡനത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. സിനിമാ മേഖലയിലെ ലൈംഗിക പീഡനത്തിൻ്റെ വാർത്തകൾ എന്തുകൊണ്ടാണ് പുറത്തു വരാൻ വൈകുന്നത്? എനിക്ക് നേരിട്ടറിയാവുന്നൊരു സംഭവമുണ്ട്. എൻ്റെ അടുത്ത ഒരു സുഹൃത്തായ, എൻ്റെ ഒരു ബന്ധു കൂടിയായ ഒരു വളരെ പ്രശസ്തയായ ഒരു സിനിമാ താരം, ആ സിനിമാ താരത്തെ കേരളത്തിലെ മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരു നായക നടൻ രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് വിളിക്കുകയാണ്. അദ്ദേഹത്തെ വിളിക്കുന്നത് എങ്ങനെയാണ്? വളരെ കൗതുകരമായിട്ടാണ് വിളിക്കുന്നത്. ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം. അപ്പോൾ പറയുന്നു, ഇല്ല, ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല. ഈ പുതിയ പുസ്തകം കിട്ടിയിട്ടുണ്ട്, നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വൈകുന്നേരം മുറിയിലേക്ക് വരണം എന്ന് പറയുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അപകടം നടത്തിയിട്ട് അദ്ദേഹം തിരിച്ചു പറയുന്നു, ഞാനിത് എൻ്റെ ബ്രദറിനോട് ചോദിച്ചു, അവൻ കിൻഡിൽ എനിക്ക് ഇപ്പോൾ ഇട്ട് തന്നിട്ടുണ്ട് എന്ന് പറയുന്നിടത്ത് അത് അവിടെ അവസാനിച്ചു. പക്ഷേ അത് അങ്ങനെയല്ല. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? അടുത്ത 2 സിനിമകളിൽ തുടർച്ചയായിട്ട് അവസരം നിഷേധിക്കപ്പെടുകയും ഞാനും ഈ നായികയും തമ്മിലുള്ള കെമിസ്ട്രി ശരിയാവില്ല എന്ന നിലപാടെടുക്കുകയും ചെയ്തു ഈ നടൻ. ഇങ്ങനെയാണ് സിനിമയിൽ നിന്ന് നിങ്ങൾ ഫീൽഡ് ഔട്ട് ആക്കുന്നത്. ഇത് ആ നായക നടൻ ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം ഈ വിവാദങ്ങളൊക്കെ ഉയരുന്നൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ്. അതല്ലെങ്കിൽ ഇങ്ങനെയല്ല സംഭവിക്കുക. അവിടെയാണ് കാസ്റ്റിംഗ് കൗച്ച് എന്ന് നേരത്തെ സ്മൃതി പറഞ്ഞ വിഷയം നമ്മുടെ മുന്നിലുള്ളത്. മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്, നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇടതുപക്ഷത്ത് തന്നെ പ്രവർത്തിച്ചിരുന്ന ഒരു സിനിമാ താരത്തിന്, ഒരു സിനിമാ സംവിധായകനെതിരെ മോഡലും ഒരു നടിയും കൂടി പരാതി കൊടുത്ത കേസ് നമ്മുടെ മുന്നിലുണ്ടല്ലോ. ആ കേസ് പിന്നീട് എങ്ങനെ ഒത്തുതീർപ്പാക്കി പെട്ടുപോയി. പല കേസുകളും ഇതേപോലെ കാസ്റ്റിംഗ് കൗച്ചുകൾ, അത് ഇടതുപക്ഷത്ത് മാത്രമല്ല എല്ലാ പക്ഷത്തും നിൽക്കുന്ന സംവിധായകർക്കെതിരെയും കലാകാരന്മാർക്കെതിരെയും വരുന്നു. അതൊന്നും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷെ പലപ്പോഴും അത് സൃഷ്ടിക്കുന്നൊരു പൊതുബോധമുണ്ട്. ആ പൊതുബോധത്തെ എതിർക്കാൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കഴിയുമായിരുന്നു. എൻ്റെ ആർഗ്യുമെൻ്റ് അവിടെയാണ്. ഇതൊരു നിയമനിർമ്മാണത്തിലൂടെ സിനിമാ മേഖലയിൽ ഒരു പരിധിവരെ മാത്രമേ നിങ്ങൾക്ക് ഇടപെടാൻ സാധിക്കൂ. കാരണം അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങളുടെ സിനിമയിൽ ആരെ അഭിനയിപ്പിക്കണം, ആരെ അഭിനയിപ്പിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത്. മലയാളത്തിലെ ഒരു നടി ആക്രമിക്കപ്പെട്ടിട്ട് ആ നടിയെ സിനിമകളിൽ നിന്ന് അപ്രഖ്യാപിതമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട സിനിമകളിലൊന്നും അവരുടെ സാന്നിധ്യമില്ല. അവരെ പിന്തുണച്ചു എന്നതിൻ്റെ പേരിൽ എത്ര പ്രധാനപ്പെട്ട നായിക നടിമാരാണ് ഔട്ടാക്കപ്പെട്ടത്? നോക്കൂ, നമ്മളുടെ ഇവിടെ പാർവതി എന്ന മികച്ച ടാലൻറ്റഡായ ഒരു അഭിനേത്രിയെ ഒരു നായക നടനെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ പോലും ഒരു പരിധിവരെ എത്രമാത്രം വേട്ടയാടി എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും സിനിമാ മേഖലയിൽ നിൽക്കുന്ന ഈ ലിംഗപരമായ
ഭ്രഷ്ട് അതിനെ അത് സൃഷ്ടിക്കുന്നൊരു പൊതുബോധം, ആ പൊതുബോധത്തെ മറികടക്കാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ കോൺക്ലേവ് 4.5 വർഷങ്ങൾക്ക് മുമ്പ് നടക്കേണ്ടതാണ്. ഈ കോൺക്ലേവ് നല്ലൊരു ആശയമാണ്, അത് ഞാൻ തള്ളിക്കളയുന്നില്ല. ആ കോൺക്ലേവിലൂടെയാണ് ഇത്തരം ചർച്ചകൾ ഉണ്ടാവേണ്ടതും ഈ കമ്മീഷൻ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട അനുമാനങ്ങൾ അവിടെ പൊതു ചർച്ചയ്ക്ക് വിധേയമാക്കുകയും അത് പൊതുബോധത്തിൽ എത്തുകയും വേണം. പൊതുബോധത്തിൽ എത്തുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ അപമാനിക്കുന്ന ഈ നായക നടൻ നീ വെറുമൊരു പെണ്ണല്ലേ എന്ന സിനിമാ ഡയലോഗ് കേൾക്കുമ്പോൾ തിയേറ്ററിലിരുന്ന് കൈയടിക്കുന്ന ഓരോ പ്രേക്ഷകരും മനസ്സിലാക്കേണ്ടത് ഈ നായിക നടി ആ ഡയലോഗിൽ മാത്രമല്ല താനൊരു രണ്ടാം പൗരയാണ്, താനൊരു സെക്കൻഡ് സെക്സ് ആണ് എന്നത് അനുഭവിക്കുന്നത്. പകരം ആ സിനിമാ സെറ്റിൽ അവർക്ക് ശുചിമുറികൾ ഉപയോഗിക്കാൻ കഴിയാത്തിടം മുതൽ അവർക്ക് ഒരു അഭിപ്രായം പറയാൻ, വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയാൻ കഴിയാത്തിടത്തോളം, അവർക്ക് അടുത്ത റോളിനെ കുറിച്ച് അവർക്ക് അസൗകര്യമുള്ള, അവർക്ക് അൺകംഫർട്ടബിളായൊരു സീൻ ചിത്രീകരിക്കുമ്പോൾ അത് മാറ്റിക്കൂടെ എന്ന് ചോദിക്കാൻ കഴിയാത്ത വിധം അവർ നിസ്സഹായരായി പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഈ സാഹചര്യങ്ങളെ പൊതുസമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സഹായിക്കുമായിരുന്നു. പക്ഷേ 4.5 വർഷം അത് കോൾഡ് സ്റ്റോറേജിൽ വെച്ചപ്പോൾ എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നിങ്ങൾ ഇരയുടെ പക്ഷത്താണെന്ന് പറയുകയും വേട്ടക്കാരനെ കുറിച്ചുള്ള പരാമർശങ്ങൾ അടങ്ങിയിരിക്കുന്ന റിപ്പോർട്ട് നിങ്ങൾ പൂഴ്ത്തിവെക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇരയ്ക്കും വേട്ടക്കാരനുമൊപ്പമാണ് എന്ന് പൊതുസമൂഹം സംശയിച്ചാൽ ഇതിനെ കുറ്റം പറയാൻ കഴിയില്ല. ഇതിൽ ചില സൂചനകളുണ്ടല്ലോ, ആ സൂചനകൾ സ്വാഭാവികമായും പ്രേക്ഷകർ അതിവേഗം വായിച്ചെടുക്കും. ഇത് പറഞ്ഞിരിക്കുന്നത് ഇയാളെ കുറിച്ചാണ്, ഇത് പറഞ്ഞിരിക്കുന്നത് ഇന്നയാളെ കുറിച്ചാണ്, ഇയാളൊരു വലിയ നടനാണ്, ഇയാൾ ഇന്ന പാർട്ടി അനുഭാവമുള്ള ആൾക്കാരാണ്, ഈ പറയുന്ന ആൾക്ക് ഇന്ന ബോധ്യമുണ്ട്, ഇതൊക്കെ പുറത്തു വരും എന്നുള്ളതാണ്. ഈ ഐഡന്റിറ്റി എല്ലാം നിങ്ങൾ മറച്ചു വെച്ചോളൂ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചില മാർഗനിർദ്ദേശങ്ങളുണ്ട്. ഇതൊക്കെയാണ് സിനിമാ സെറ്റിൽ ഈ നടിമാർ അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ നടിമാർ അനുഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായി എണ്ണി പറഞ്ഞിരിക്കുന്നു. വിമൻ കളക്റ്റീവിലെ പ്രതിനിധികൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ പുറത്തുവിടാതിരിക്കുമ്പോൾ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് ഇത്രമാത്രമേ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ, അതൊരു വലിയ വിഷയമല്ല എന്ന സ്റ്റേറ്റ്മെൻറ്റാണ് നിങ്ങൾ നൽകുന്നത്. അത് നടിമാരെ സംബന്ധിച്ചിടത്തോളം, കലാകാരികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ ലൈംഗികപരമായ പീഡനം സെറ്റുകളിൽ നടക്കുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായും മനസ്സിലായ വിവരമാണ്. പക്ഷേ അതിനെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പോഴും ലഭ്യമല്ല. കാരണം ഈ പരാതികൾ പലപ്പോഴും പോലീസ് സ്റ്റേഷനുകളിലേക്ക് വരാറില്ല. ആ പരാതികൾ അവരുടെ സുഹൃത്തുക്കളോട് പറയുകയോ ഡിപ്രഷനിലേക്ക് പോവുകയോ ചെയ്യുന്ന നടിമാർ ധാരാളമുണ്ട്. പുറത്ത് പറയാൻ കഴിയാത്തവർ, അടുത്തൊരു അവസരം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിൽ ജീവിക്കുന്നവരുണ്ട്. അവരെയൊക്കെ പൊതുസമൂഹം കളിയാക്കുന്നത് നിങ്ങളുടെ സിനിമയിലുള്ള വരവ് ഇങ്ങനെയൊക്കെ അല്ലേ എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ആ പൊതുബോധത്തെ തിരുത്താനെങ്കിലും ഈ കമ്മീഷൻ റിപ്പോർട്ടിലെ മാർഗനിർദ്ദേശങ്ങൾ സഹായിക്കുമായിരുന്നു. രണ്ടാമത്തത് ലിംഗപരമായ വിവേചനം. നിങ്ങൾ ഇപ്പോഴും നോക്കൂ, മലയാള സിനിമയിലടക്കം വരുന്ന കഥാപാത്രങ്ങളുടെ സ്വഭാവത്തിലാണെങ്കിലും ശരി, സിനിമാ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ശരി, ഇപ്പോൾ കേരള സർക്കാർ അടുത്തിടെയാണ് ഈ വനിതാ സിനിമാ സംവിധായകർക്കും പ്രവർത്തകർക്കുമുള്ള സംഭാവന നൽകി തുടങ്ങിയത്, അതിന് സഹകരണം നൽകി തുടങ്ങിയത്, അവർക്ക് സ്കോളർഷിപ്പ് നൽകി തുടങ്ങിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം സിനിമകൾ വരുന്നു, പുതിയ സ്ത്രീ കലാകാരികൾ സിനിമയുമായി മുന്നോട്ട് വരുന്നു. ഇവിടുത്തെ ആ പ്രൊഡക്ഷൻ യൂണിറ്റിനെ നിയന്ത്രിക്കുന്ന ആളുകൾ മുതൽ സാങ്കേതിക സംവിധാനങ്ങളെ പൂർണ്ണമായിട്ടും നിയന്ത്രിച്ചു നിർത്തുന്നിടം വരെ 80% പുരുഷ കേന്ദ്രീകൃതമായൊരു വ്യവസ്ഥയാണ്. അതിനെ എങ്ങനെയാണ് മാറ്റിയെഴുതാൻ കഴിയുക? അത്തരത്തിലുള്ള സൂചനകളുണ്ട്. അത്തരത്തിലുള്ള ചില പരിഷ്കരണങ്ങൾക്കുള്ള ഒരു തുടക്കമാകുമായിരുന്നു യഥാർത്ഥത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. നിർഭാഗ്യവശാൽ അത് സാധ്യമായില്ല. മൂന്നാമത്തതാണ് ഈ തൊഴിലിടങ്ങളിലുള്ള മനുഷ്യാവകാശ ലംഘനം. ആ തൊഴിലിടങ്ങളിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ, സാഹചര്യ പരിമിതികൾ, ഇതിനെ മറികടക്കണം. കൃത്യമായിട്ടൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് വരുമ്പോൾ ഇവിടെ സ്ത്രീ ആർട്ടിസ്റ്റുകൾ ഇത്ര പേരുണ്ട്, ഇത്ര സ്ത്രീ ആർട്ടിസ്റ്റുകൾക്ക് അവിടെ ശുചിമുറികളുണ്ട്, സ്ത്രീ ആർട്ടിസ്റ്റുകൾക്ക് വേഷം മാറാനുള്ള സംവിധാനങ്ങളുണ്ട് എന്നത് കൃത്യമായി പാലിക്കാൻ കഴിയുന്ന സംവിധാനം ഉണ്ടാവണം. ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു നിയമനിർമ്മാണമാണ് യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്നത്. പക്ഷേ നിയമനിർമ്മാണം നടന്നില്ല. കാരണം ഇതിനെ നിയന്ത്രിക്കുന്ന ശക്തി എന്ന് പറയുന്നത് പൊതുബോധത്തിലെ ഹീറോകളായിരിക്കാം. പക്ഷേ അവർ യഥാർത്ഥത്തിൽ സ്ത്രീബോധ്യവുമായി, ലിംഗസമത്വവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുമ്പോഴെല്ലാം അടച്ചാക്ഷേപിച്ച് ഒരു അശ്ലീല ചിരിയോടുകൂടി കടന്നു പോകുന്നവരാണ്. പലപ്പോഴും സിനിമയിലെ ഡയലോഗ് ഉണ്ടല്ലോ, നീ വെറുമൊരു പെണ്ണാണ്, എനിക്ക് കാലുമടക്കി തൊഴിക്കാനുള്ളൊരു പെണ്ണാണ് എന്ന് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അതിൽ നമ്മളിൽ പ്രവർത്തിക്കുന്ന, അതിനെ കൈയടിക്കുമ്പോൾ അത് നമ്മൾ കൂടി ആ പുരുഷബോധ്യത്തിൻ്റെ, ആ പുല്ലിംഗ ബോധത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുക. അതിനെ മറികടക്കാൻ പറ്റുന്ന ഒരു ചർച്ചയ്ക്കെങ്കിലും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് തുടക്കം കുറിക്കുമായിരുന്നു. പക്ഷെ 4.5 വർഷം അത് കോൾഡ് സ്റ്റോറേജിൽ വെച്ചതിന് സർക്കാരിന് ഒരു ന്യായീകരണവുമില്ല. ഞാൻ ആവർത്തിക്കുന്നു, ഇരയ്ക്കും വെട്ടക്കാരനും ഒപ്പം നിൽക്കുന്ന ഒരു ശൃഗാല ബുദ്ധി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാത്തതിലും അതിന്മേൽ ചർച്ച നടത്താത്തതിലും സർക്കാർ കാണിച്ചിട്ടുണ്ട്. സ്ത്രീപക്ഷത്ത് നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന സർക്കാരിന് അതൊട്ടും ഭൂഷണമല്ല. നടിയെ ആക്രമിച്ച കേസിൽ സത്വര നടപടികൾ എടുത്തു. ആ നടിയെ ആക്രമിച്ച കേസ് അങ്ങേയറ്റം വരെയും കൊണ്ടുപോകാൻ സർക്കാർ ഒപ്പം നിന്നു. പക്ഷേ ഇതേപോലെയുള്ള നടിമാർ ആക്രമിക്കപ്പെട്ട കേസുകളുണ്ട്. ആ കേസുകൾ കൂടി, സമാനമായ രീതിയിൽ ആക്രമിക്കപ്പെട്ട കേസുകളുണ്ട്.
അതല്ലെങ്കിൽ ഇപ്പോഴും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നടിമാരുണ്ട്. അവർക്കൊരു സുരക്ഷയൊരുക്കുക, ആ സുരക്ഷയൊരുക്കുന്ന ഒരു സർക്കാരാണ് എന്ന ബോധ്യം ഉറപ്പുവരുത്താനെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുകയും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യുകയും വേണമായിരുന്നു. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ താല്പര്യം കാണിച്ച വിവരാവകാശ കമ്മീഷണർ എ അബ്ദുൾ ഹക്കീമിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. കാരണം സർക്കാരിന് ചെയ്യാൻ സാധിക്കാത്തത് നിങ്ങളെ കൊണ്ട് സാധിച്ചിരിക്കുന്നു. അതിന് സാങ്കേതികമായ നൂലാമാലകളുണ്ട്. ഐഡന്റിറ്റി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. തങ്ങൾ തന്നെ പ്രസിദ്ധീകരിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. തങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നവരുണ്ട്. ആ വിവരങ്ങളൊന്നും നിങ്ങൾ പുറത്തുവിടേണ്ടതില്ല. പക്ഷേ മാർഗനിർദ്ദേശങ്ങൾ പുറത്തുവരണം. അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തെ ചലച്ചിത്ര മേഖലയിലെ ലിംഗ അസമത്വം ഒഴിവാക്കാൻ ആവശ്യമായ നിയമനിർമ്മാണം സർക്കാർ നടത്തുകയും വേണം എന്നതാണ് എൻ്റെ ടേക്ക്. അതുകൊണ്ട് പുറത്തുവിടാൻ പേടിയോ എന്ന ചോദ്യത്തിന് പേടിയുണ്ട് എന്നാണ് ഞാനിപ്പോൾ പറയുക. സുജയ, നടിയെ ആക്രമിച്ച കേസിൽ തന്നെ നമ്മൾ കണ്ടതാണ് മലയാള സിനിമാ ലോകം ആർക്കൊപ്പമാണ് നിൽക്കുന്നത്. രണ്ട് തട്ടിലായി കൃത്യമായി ചേരിതിരിഞ്ഞ് നിൽക്കുന്നതും അതിൽ ഏത് തട്ടിനാണ് കൂടുതൽ ബലം എന്നുള്ളതും ആ കേസിൻ്റെ നടത്തിപ്പിലുടനീളം 2017 മുതൽ ഇങ്ങോട്ട് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഒപ്പം നിന്നവരിൽ പലരും മറുഭാഗത്തേക്ക് മാറുന്നത് സാക്ഷി വിസ്താര വേളയിലടക്കം നമ്മൾ നേരിട്ട് കണ്ട വസ്തുതയുമാണ്. അതിനപ്പുറമൊന്നും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലും ഉണ്ടാകും എന്ന് അല്ലെങ്കിൽ സംഭവിക്കും എന്ന് കരുതുക വയ്യ. കാരണം മലയാള സിനിമാ ലോകത്തെ തൊടാൻ പലർക്കും ഭയമാണ്. കാരണം മലയാള സിനിമയിലൂടെ കടന്നു പോകുന്ന കോടികൾ തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ താരങ്ങളെ, അതിൽ പ്രത്യേകിച്ചും ഈ നായക നടന്മാരെ, അവരെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ടെങ്കിൽ അത് സ്ട്രൈക്ക് ചെയ്തതിന് ശേഷമായിരിക്കും റിപ്പോർട്ട് വരിക എന്നുള്ളത് വളരെ എവിഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് മന്ത്രി സജി ചെറിയാൻ എന്ന് പറഞ്ഞത് നിയമപരമായി പഠിച്ചിട്ട് പുറത്തുവിടാൻ പറ്റുന്നത് പരസ്യമാക്കും. അതായത് ഇവരുടെയൊന്നും പേരുകളൊന്നും ഉണ്ടാകാതെ ഒരു വൈറ്റ്നർ മതിയല്ലോ, മാസ്ക് ചെയ്തിട്ടായിരിക്കും പുറത്തുവിടുക. ഏറ്റവും കൂടുതൽ തങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത് ആരൊക്കെയാണ് എന്ന് ഈ മൊഴി കൊടുത്ത ആളുകൾ അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നത് വ്യക്തമാണല്ലോ. അപ്പോൾ ആ പേരുകളെല്ലാം ഈ സ്വകാര്യതയുടെ ഇതിലേക്ക് വരും. ആ സ്വകാര്യതയുടെ കെയർ ഓഫിൽ അതെല്ലാം മാസ്ക് ചെയ്യപ്പെടും. എന്നിട്ട് പിന്നീട് പുറത്തു വരാൻ പോകുന്നത് എന്തായിരിക്കും? ചലച്ചിത്ര സാംസ്കാരിക മേഖലയിൽ കോളിളക്കമുണ്ടാക്കുന്ന എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുമെന്ന് മാഡം കരുതുന്നുണ്ടോ? ഞാൻ കരുതുന്നില്ല. അങ്ങനെ കോളിളക്കമുണ്ടാക്കുന്ന ഒരു വിവരവും പുറത്തു വരാൻ പോകുന്നില്ല. പലതും മറച്ചു വെച്ചുകൊണ്ട് ഈ വ്യക്തികളുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഒരു ജനറലായിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അതിനാണ് ഈ കോൺക്ലേവ് എന്നൊക്കെ ഇപ്പോഴേ പറഞ്ഞു വെക്കുന്നത്. അതായത് ഒരു പൊതുവൽക്കരിച്ചിട്ടുള്ള ഒരു സെമിനാറിനുള്ള ഒരു കണ്ടന്റ് മാത്രമായിരിക്കും ഇതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പോകുന്നത്. ഹേമ കമ്മീഷനെ നിയോഗിച്ചത് എന്തിനാണ്? സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ. ആ പ്രശ്നങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഡോക്ടർ അരുൺ വളരെ വിശദമായി തന്നെ പറഞ്ഞു. ആ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് സംസാരിച്ച ഓരോ സ്ത്രീയും പറഞ്ഞിട്ടുണ്ടാവും. അത് അതേപടി 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തുവിടുന്നതിന് എന്ത് സ്വകാര്യതയാണ് നഷ്ടപ്പെടുക? കാരണം അവർ നേരിട്ട പ്രശ്നമാണ്. അതും മാസ്ക് ചെയ്യപ്പെടും. കാരണം പ്രശ്നത്തെക്കുറിച്ച് പറയുമ്പോൾ ആ പ്രശ്നത്തിന് കാരണക്കാരനായ വ്യക്തിയെക്കുറിച്ച് പറയാതെ പ്രശ്നത്തെക്കുറിച്ച് പറയാൻ കഴിയില്ല. അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞാൽ വ്യക്തിയുടെ സ്വകാര്യത മാനിക്കുന്നതാണ്. വ്യക്തിയുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് വേണമല്ലോ റിപ്പോർട്ട് പുറത്തുവിടാൻ. അങ്ങനെയാണല്ലോ ഉത്തരവ് എന്ന് പറഞ്ഞുകൊണ്ട് അത് സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ ഈ പ്രശ്നം എന്താണ് എന്നുള്ളതും ആ പ്രശ്നം ഉണ്ടാക്കിയത് ആരാണ് എന്നുള്ളതുമുള്ള കൃത്യമായ പിക്ചർ പുറത്തേക്ക് വരില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി സ്ത്രീകൾ നേരിടുന്ന നീതി നിഷേധം, അവർ നേരിടുന്ന ഏറ്റവും വലിയ നീതി നിഷേധം എന്താണ്? ഇങ്ങനെ വഴങ്ങി നിന്നില്ല എങ്കിൽ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ നീതി നിഷേധം. കാരണം ടാലൻറ്റഡ് ആയിട്ടും അതിനനുസരിച്ച് കയറി വരാൻ കഴിയാത്ത എത്രയോ നടിമാരുണ്ട്. എത്രയോ പേര് ഫീൽഡ് ഔട്ടായി പോയിരിക്കുന്നു. 1, 2 സിനിമയിൽ കണ്ടതിന് ശേഷം കാണാതായിരിക്കുന്ന നല്ല കഴിവുള്ള, സൗന്ദര്യമുള്ള, പ്രതിഭയുള്ള നടിമാർ എത്രയോ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും എന്തുകൊണ്ടാണ് അവരൊക്കെ മാറ്റി നിർത്തപ്പെട്ടത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിൽ സ്ത്രീകൾ തന്നെ സ്ത്രീകളുടെ ശത്രുവാകുന്ന ചില സാഹചര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. അത് നടിയെ ആക്രമിച്ച കേസിൽ നമ്മൾ വ്യക്തമായി കണ്ടതല്ലേ. ആരൊക്കെയാണ് അവൾക്കൊപ്പം നിന്നത്, അവൾക്കൊപ്പം അവസാനം വരെ നിന്നുകൊണ്ടിരിക്കുന്നത്, അവൾക്കൊപ്പം തുടരുന്ന ആളുകൾക്കൊക്കെ പിന്നീട് കാര്യമായ അവസരങ്ങൾ എത്ര കിട്ടി? അതൊക്കെ തന്നെയാണ് ഇന്ന് മലയാള സിനിമാ മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നാൽ അവസാനമാകേണ്ടത് അതിനൊക്കെയായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ സർക്കാർ അവൾക്കൊപ്പമല്ല. അവൾ എന്ന് ഞാൻ പറയുന്നത് സ്ത്രീകളായ താരങ്ങൾക്കൊപ്പമല്ല നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവൾക്കൊപ്പമാണ് സർക്കാരെങ്കിൽ ഈ രീതിയിലുള്ള ഒരു പരിഗണനയും കൊടുക്കാതെ തന്നെ ആ റിപ്പോർട്ട് അതേപടി പുറത്തുവിടണം. എന്താണ് സംഭവിക്കുക? കുറ്റം ചെയ്തവരെക്കുറിച്ചല്ലേ മൊഴി നൽകിയിരിക്കുന്നത്. ആ പറഞ്ഞ കുറ്റം ചെയ്തിട്ടില്ല എങ്കിൽ, അതായത് ഇന്ന വ്യക്തികൾ തങ്ങളോട് ഇങ്ങനെ പെരുമാറിയത് മൂലം തങ്ങൾക്ക് മുന്നേറാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഇന്ന വ്യക്തികൾ കാസ്റ്റിംഗ് കൗച്ചിന് വിധേയരാക്കി, ഇന്ന വ്യക്തികൾ ഈ രീതിയിൽ നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാകൂ എന്ന് പറഞ്ഞു. അതൊക്കെ ആയിരിക്കുമല്ലോ ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അതിൽ സംസാരിച്ച പല ആളുകളും ഓഫ് ദ റെക്കോർഡായി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ അത് ഓഫ് ദ റെക്കോർഡ് ആയതുകൊണ്ട് ഞാൻ ആ പേരുകളോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ ഞാൻ പുറത്തേക്ക് പറയുന്നുമില്ല. എന്തായാലും 2019 ഡിസംബർ 31 ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് അത് ഇത്രയും നാൾ കോൾഡ് സ്റ്റോറേജിൽ ഇരുന്നതിൽ നിന്ന് തന്നെ കേരളത്തിനും മലയാളിക്കും നമുക്കെല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. അതിലെ കണ്ടന്റ് എന്ന് പറയുന്നത് പലരെയും അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. ആ അസ്വസ്ഥപ്പെടും എന്ന് ഉറപ്പുള്ള അവരെയൊക്കെ ഡിസ്റ്റർബ് ചെയ്യാൻ സർക്കാരിന് ഒരു താല്പര്യവുമില്ല.
ഇനിയും ഡിസ്റ്റർബ് ചെയ്യുകയുമില്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ 25-ാം തീയതിക്ക് മുൻപ് റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ള നിർദ്ദേശം നിൽക്കുമ്പോൾ ആരൊക്കെ അസ്വസ്ഥമാകും എന്നത് വ്യക്തമാണ്. ആ അസ്വസ്ഥമാകുന്ന പേരുകളൊന്നുമില്ലാത്ത റിപ്പോർട്ടായിരിക്കും പുറത്തു വരിക. പൊതുവായ ചർച്ചയൊക്കെ നടക്കും. സ്ത്രീകൾക്ക് ടോയ്ലറ്റ് സൗകര്യം ഏർപ്പെടുത്തണം, അതൊക്കെ വലിയ പ്രഖ്യാപനമായിട്ട് വരും. എല്ലാ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലും കൃത്യമായി ടോയ്ലറ്റ് സൗകര്യം ഏർപ്പെടുത്തണം. പിന്നെ അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് കൃത്യമായി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ പെരിഫറലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ചർച്ച ചെയ്യപ്പെടാൻ പോവുക. അല്ലാതെ ഈ സ്ത്രീകളെയൊക്കെ ആരാണ് ബുദ്ധിമുട്ടിച്ചതെന്നോ, ആരൊക്കെയാണ് കാസ്റ്റിംഗ് കൗച്ചിന് ഇരയാക്കിയതെന്നോ, ആരൊക്കെയാണ് ഇവർക്ക് നീതി നിഷേധം, അതായത് തൊഴിലിടത്തിൽ തുല്യനീതി ഉറപ്പാക്കാതെ ഇരുന്നതെന്നോ ഒന്നും പുറത്തു വരാൻ പോകുന്നുമില്ല. അതൊന്നും ചർച്ച ചെയ്യാനും പോകുന്നില്ല. കാരണം അതെല്ലാം ഈ വിവരാവകാശത്തിൻ്റെ പരിധിയിൽ വന്ന്, കാരണം പേരുകളുണ്ടല്ലോ, ആ പേരുകൾ വരുമ്പോൾ ആ ഭാഗം പുറത്തുവിടാൻ പറ്റില്ല സ്വാഭാവികമായി. അതുകൊണ്ടാണ് സജി ചെറിയാൻ പറയുന്നത് നിയമപരമായി പഠിച്ചിട്ട് പുറത്തുവിടാൻ പറ്റുന്നത് പരസ്യമാക്കും. അതിനൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മുൻകൂർ ജാമ്യം ഇന്ന് കണ്ടു. റിപ്പോർട്ടിൽ ആരെയും പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചിട്ടില്ല. ആരുടെയും പേര് പറയാതെ ഒരാൾ, ഇപ്പോൾ ഡോക്ടർ അരുണിനെ കുറിച്ച്, അല്ലെങ്കിൽ വേണ്ട, എനിക്കിപ്പോൾ ഒരാളെ കുറിച്ച് പരാതി ഉണ്ടെന്ന് വെച്ചോളൂ, അല്ല ഈ ഒരു വിഷയത്തിൽ കോട്ട് ചെയ്യുന്നില്ല, മാധ്യമത്തിൽ തെറ്റിദ്ധരിക്കും. അതാണ് അതുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തിൽ എപ്പോഴും ഞാൻ ഉദാഹരിക്കുന്നുണ്ട്. അല്ല ഈ ഒരു വിഷയത്തിൽ ഉദാഹരിക്കുന്നത് ശരിയാവില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരാളെക്കുറിച്ച് നമ്മൾ 3 പേരിൽ ആർക്കുമാകട്ടെ, നമുക്കിപ്പോൾ ഒരാളെക്കുറിച്ച് ഒരു പരാതി ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പേര് വെച്ചായിരിക്കുമല്ലോ നമ്മൾ ആ പരാതി കൊടുക്കുക. ഇന്ന വ്യക്തി എന്നെ ഇന്നത് ചെയ്തു, ഇന്ന വ്യക്തി ഇന്നത് എന്നോട് പറഞ്ഞു, അങ്ങനെയായിരിക്കും ആ ഒരു പരാതിയുടെ സ്വഭാവം. അതാണ്. അങ്ങനെ ഒരു പരാതി കൊടുക്കുമ്പോൾ ആ വ്യക്തിയുടെ പേര് സ്ട്രൈക്ക് ഡൗൺ ചെയ്തിട്ട് ആരോ എന്തോ ചെയ്തു എന്ന് പുറത്തുവിട്ടിട്ട് എന്ത് കാര്യമാണുള്ളത്? അതൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. ഒരു സാങ്കേതിക പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിൽ 2-3 പേര് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ പേര് വെളിപ്പെടുത്തരുത്, ഞങ്ങൾ ആരെക്കുറിച്ച് പറയുന്നു എന്ന പേരും വെളിപ്പെടുത്തരുത്. കാര്യം ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവസരം നഷ്ടപ്പെടും എന്ന് ഹേമ കമ്മിറ്റിയോട് പറഞ്ഞ് അഭിപ്രായം രേഖപ്പെടുത്തിയവരുണ്ട്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശരിയായ രൂപത്തിൽ നടപ്പാക്കുകയാണെങ്കിൽ അവർക്ക് ആ ഭയം വേണ്ട. പക്ഷേ ഒരു പോയിന്റ് വളരെ കറക്റ്റാണ്. ആ എക്കോസിസ്റ്റം ആയിട്ടില്ല. അപ്പോൾ എക്കോസിസ്റ്റം ആവുന്നതിന് മുമ്പ് ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരും. റിപ്പോർട്ട് അതേപടി പുറത്ത് വന്നു കഴിഞ്ഞാൽ ഞെട്ടുന്ന റിപ്പോർട്ടാണ് കേട്ടോ. നോക്കൂ, ഈ ICC രൂപീകരിക്കാൻ ഈ പോഷ് നിയമപ്രകാരം ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. പക്ഷേ എത്ര സിനിമകളിലുണ്ട്? ഇല്ല. ഇതാരുടെ പരാതി പറയുക? അതായത് ആരോടാണ് പരാതി പറയേണ്ടത്, അല്ലെങ്കിൽ ആരോട് പറഞ്ഞാൽ ഇത് പരിഹരിക്കും, ആരാണ് ശത്രു ആരാണ് മിത്രമെന്നറിയാതെ തൊഴിൽ ചെയ്യേണ്ടി വരുന്ന ഒരേ ഒരു മേഖല ഈ മേഖലയാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം എവിടേക്ക് പോയി കഴിഞ്ഞാലും നമ്മൾ പരാതി പറയുന്ന ആളായിരിക്കും ചിലപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുക. പണ്ട് മുതലേ പറയുന്നുണ്ട്, കണ്ണങ്ങ് അടച്ചേക്കുമോളെ എന്നുള്ളതാണ് സിനിമാ സെറ്റിൽ കൊടുക്കുന്ന ഉപദേശം. ഒന്ന് കണ്ണടച്ചേക്കുമോളെ, എന്തെല്ലാം ഭാഗ്യം വരാനിരിക്കുന്നു എന്ന് ഉപദേശിക്കുന്ന ആളുകൾ ഇപ്പോഴും സിനിമാ സെറ്റിലുണ്ട്. പക്ഷേ അതിനൊന്നും വഴങ്ങാത്ത ഒരു പുതിയ തലമുറയുണ്ട് കേട്ടോ. അവരൊക്കെ വളരെ ബോൾഡായി നിന്ന് ആക്ട് ചെയ്യുന്നവരും അവരുടെ ഒപ്പം നിൽക്കുന്നവരൊക്കെ ഉണ്ട്. ഇപ്പം അഞ്ജലിയെ പോലെയുള്ള ആളുകളൊക്കെ എടുക്കുന്ന സിനിമകളുടെ ഷൂട്ടിങ്ങിലൊക്കെ സ്ത്രീകൾക്ക് വളരെ ഫ്രീഡം അനുവദിച്ചു കൊടുക്കുന്ന ഒരു സ്പേസ് ആയിട്ടാണ്. ഈ ഫ്രീഡം അനുവദിച്ചു കൊടുക്കേണ്ടതാണോ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. ഡോക്ടർ അരുൺ, എന്റെ പോയിന്റ് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയുകയാണ്. അതായത് ഇപ്പോൾ ഞാനും താങ്കളും ഒരു സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്ക് ഈക്വൽ റൈറ്റ്സ് ആണ് ആ സെറ്റിലുള്ളത്. ഈക്വൽ റൈറ്റ്സ് ഉണ്ടാവണം. ഈക്വൽ റൈറ്റ്സ് ഇല്ല. ആ ഈക്വൽ റൈറ്റ്സ് ഈക്വൽ റൈറ്റ്സ് ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ച് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിലെ ഒരു സൂപ്പർ നടി, സൂപ്പർ ചലച്ചിത്ര താരം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന സൂപ്പർ ഹീറോയിനായി ഒരു നടിക്ക് കിട്ടുന്നത് 70 ലക്ഷം രൂപയാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. അതേസമയം ഒരു സൂപ്പർ ഹീറോ എന്നറിയപ്പെടുന്ന ഒരു നടന് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എത്ര കോടിയാണെന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിന് ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അഭിനയിച്ച സിനിമയിൽ കിട്ടുന്നത് 22.5 കോടി രൂപയാണ്. എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഒരു കാരണവശാലും നിങ്ങൾക്ക് ഈക്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് സ്വാഭാവികമായിട്ട് പറയുന്ന കാര്യമുണ്ട്. നായകന്റെ അവസ്ഥ ഇതാണെങ്കിൽ ബാക്കി മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ വലിയ അന്തരം ചലച്ചിത്ര മേഖലയിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ആരെ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറുടെ ഒരു സ്പേസാണ്, നടൻ്റെ സ്പേസാണ്, സംവിധായകൻ്റെ സ്പേസാണ്. പലപ്പോഴും സംവിധായകൻ നിസ്സഹായനായി പോകും. കാര്യം അത് നിയന്ത്രിക്കുന്നത് പ്രൊഡ്യൂസറാണ്, അവിടുത്തെ പ്രൊഡക്ഷൻ കൺട്രോളറാണ്, ഈ നായകനാണ്. ഇതിനപ്പുറത്തേക്കൊരു വാക്ക് പറയാൻ ശേഷിയില്ലാത്തൊരു സംവിധാനമായിട്ട് മാറുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫാലോസെൻട്രിക്കായ ഒരു സിനിമാ ലോകമാണിത്. അവിടെ പക്ഷേ ചില നടിമാർ വളരെ ബോൾഡായിട്ട് സിനിമ എടുക്കുന്നു. ഇപ്പോൾ ശരണ്യ, എന്താണ് പറയുക, ശ്രുതി ശരണ്യം എടുത്തൊരു സിനിമ പെർഫെക്റ്റ് മൂവിയാണ്, വിധു. അപ്പോൾ ഈ ശ്രുതി ശരണ്യം എടുത്ത സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഫൈറ്റ് എന്നിട്ടെന്താ, അവർക്ക് മുഖ്യധാര സിനിമയിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. അവർക്ക് ടാലൻ്റ് ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താ, അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പണം കൊടുക്കണം. ഈ OTT പ്ലാറ്റ്ഫോമുകളിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഷെയറുകൾ കിട്ടണം. ഇതൊക്കെ ബാർഗെയിൻ ചെയ്യുന്നൊരു സംവിധാനമുണ്ട്. അത് നിർഭാഗ്യവശാൽ നിയന്ത്രിച്ചെത്തുന്ന ഇവരാണ്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറുന്നുണ്ട്, കാര്യങ്ങൾ മാറി വരും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. പക്ഷേ ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഈ കമ്മീഷന്റെ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് തേടി മാധ്യമങ്ങൾ സമീപിച്ചിട്ടുണ്ട്, അല്ലേ? പല മാധ്യമങ്ങൾ സമീപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ആളുകൾ, WCC, അങ്ങനെ എല്ലാവരും സാംസ്കാരിക വകുപ്പിനെ സമീപിച്ചിട്ടുണ്ട്.
അപ്പോൾ ഈ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പകർപ്പ് കൊടുക്കുന്നതിനായി സാംസ്കാരിക വകുപ്പ് ഇത്രയും നാൾ ബലം പിടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഈ വിവരാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇനിയും ഇങ്ങനെയൊരു നീക്കം വൈകുമായിരുന്നു. കാരണം ഹൈക്കോടതി പറഞ്ഞത് എന്താണ്? സർക്കാരിന് തീരുമാനിക്കാമെന്നാണ്. ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ കോടതി പറഞ്ഞത് സർക്കാരിന് തീരുമാനിക്കാമെന്നാണ്. അപ്പോൾ സർക്കാർ എടുക്കുന്ന തീരുമാനം എന്താണ്? സർക്കാർ അവൾക്കൊപ്പം അല്ല എന്നത് തന്നെയാണ്. ഈ 4.5 വർഷം ആയിട്ട് ഇതിങ്ങനെ ഇരിക്കുകയാണ് ഫ്രീസ്. ഇതൊരു പാൻഡോറസ് ബോക്സ് ആണ്. ഇത് തുറന്നു വിട്ടാൽ ഇതിൽ നിന്ന് പുറത്തു വരുന്ന സൂചകങ്ങളുണ്ടല്ലോ, അത് സർക്കാരിനെ സംബന്ധിച്ച് തലവേദന ഉണ്ടാക്കുന്നത്. ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അതായത് അതിൽ സംവിധായകന്മാർക്കെതിരെ, നായകന്മാർക്കെതിരെ, അവരുടെ ഈ സിസ്റ്റത്തിനെതിരെ ഉള്ള വളരെ ശക്തമായ സ്റ്റേറ്റ്മെന്റുകളുണ്ട്. അപ്പോൾ ആ സിസ്റ്റത്തിനെതിരെയുള്ള സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ പ്രതികരിക്കും. നമ്മളടക്കമുള്ള ആൾക്കാർ ചർച്ച ചെയ്യും എന്തുകൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്നില്ല എന്നായിരിക്കും നമ്മുടെ ചോദ്യം. അത് നടപ്പിലാക്കാതിരിക്കാൻ ഏറ്റവും നല്ലത് അത് പുറത്തു ചോദിക്കുന്നത് മറ്റെല്ലാ തൊഴിൽ മേഖലകളിലും നീതി നിഷേധം ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങൾ അത് വാർത്തയാക്കുകയും സർക്കാർ അതിൽ ഇടപെടുകയും അതല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളിൽ തന്നെ പരാതിപ്പെട്ട് കഴിയുമ്പോൾ നീതി ഉടനടി ലഭ്യമാക്കുക. അതായത് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചാണെങ്കിൽ കുറച്ചുകൂടി ഫാസ്റ്റ് ട്രാക്കിംഗ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 45 ദിവസത്തിനുള്ളിൽ അത് ഒരു പരാതി പരിഹരിക്കണം എന്നുള്ളപ്പോഴാണ് ഇത് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ആ കമ്മിറ്റി റിപ്പോർട്ടുണ്ടാക്കി പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി കൃത്യമായി ഒരു ഡോക്യുമെന്റ് അവിടെ ഇരിക്കുകയാണ്. അതായത് പ്രശ്നം എന്താണ് എന്ന് പഠിച്ച ഒരു ഡോക്യുമെന്റ്, വെൽ പ്രിപ്പയർഡ് ഡോക്യുമെന്റ് സർക്കാരിന്റെ കയ്യിലിരിക്കുന്നത് 4.5 വർഷക്കാലമാണ്. ഇനിയും അതിന്മേൽ ആക്ട് ചെയ്യാതെ ഞങ്ങൾ നിയമപരമായി പഠിച്ചിട്ട് പുറത്തുവിടാൻ പറ്റുന്നത് പരസ്യമാക്കുമെന്ന് ഒരു മന്ത്രി പറയുമ്പോൾ എത്രത്തോളം ഒരു ഇറസ്പോൺസിബിൾ അല്ലെങ്കിൽ ഒട്ടും ഒരു ഈ വിഷയത്തിന്റെ ഒരു കാമ്പ് എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരു പ്രതികരണം പോലെയാണ് നമ്മൾ പറയണം. ഇത് രാജ്യത്ത് ഇത് ആദ്യമായിട്ടാണ് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റി തീരുമാനിക്കുന്നത്. അത് തന്നെ വിപ്ലവകരമായ ഒരു തീരുമാനമാണ്. അല്ല, വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇതുപോലെ കൊട്ടേഷൻ കൊടുത്ത് നടിയെ തട്ടിക്കൊണ്ടുപോയി ഇതിനേക്കാൾ ക്രൂരമാണ് കേട്ടോ. ഇതിനേക്കാൾ ക്രൂരമായി നടക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്, സ്റ്റേറ്റുകളുണ്ട്, ബോളിവുഡിൽ. ഞാൻ പറയുന്നത് ആ അതിജീവിത പുറത്തു വരികയും ഇത്രയും ശക്തമായി വെളിപ്പെടുത്തൽ നടത്തുകയും ഒരു സമൂഹം മുഴുവൻ അവൾക്കൊപ്പം നിൽക്കുകയും ചെയ്തിട്ടും സർക്കാർ സംവിധാനം ആർക്കൊപ്പമാണ് നിൽക്കുന്നതെന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ഈ പർട്ടിക്കുലർ കാര്യത്തിൽ പക്ഷേ നടിക്കൊപ്പം ഉണ്ടായിരുന്നു കേട്ടോ സർക്കാർ. നടിക്കൊപ്പം നിന്നു എന്ന് പറയുമ്പോൾ അതിനുശേഷം വന്ന കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്മേൽ ആ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് സർക്കാരിനെ സംബന്ധിച്ച് നടപ്പിലാക്കാൻ കഴിയുന്നതല്ല എന്ന് സർക്കാരിന് ബോധ്യമുണ്ട്. ഒരു ഘട്ടം വരെ സർക്കാർ നടിക്കൊപ്പം ഉണ്ടായിരുന്നു, ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പം. പിന്നെ ആ ഘട്ടമൊക്കെ കഴിഞ്ഞു. പിന്നെ ഓരോ സമയത്തും പതുക്കെ ആവുകയും നിലപാടുകളൊക്കെ അനുവദിച്ചിരിക്കുന്ന സർക്കാരിന്റെ ഇടപെടലോട് കൂടി തന്നെയാണ്. അവർ തന്നെ പരാതിപ്പെട്ട പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ. അല്ല, ഈ ഏറ്റവും ഒടുവിൽ ഇത് കിട്ടിയ സന്ദർഭങ്ങളുണ്ടല്ലോ, അത് ഇവർക്കെതിരെയാണ്, വിചാരണ കോടതി ജഡ്ജിക്കെതിരെയാണ്. പക്ഷേ ഇവിടെ ആരെ സംരക്ഷിക്കാനെന്നുള്ള ചോദ്യം ഈ റിപ്പോർട്ടിന്മേൽ ഇത്രയും നാൾ ഇങ്ങനെ മൗനം പാലിക്കുന്നതും ചോദിക്കുന്നവർക്ക് ആ പകർപ്പൊന്ന് കൊടുക്കാൻ പോലും, അതായത് അതിലെ ഉള്ളടക്കം ഒരിക്കലും പുറത്തു വരരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ സർക്കാരാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സർക്കാരിന് പേടിയാണ്. നികുതി കിട്ടുന്ന ഒരു സംവിധാനം, ആ സംവിധാനം മൊത്തത്തിൽ തകിടം പറയും. സംവിധാനം പറഞ്ഞില്ലെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നേ. കാരണം ഇത് പുറത്തു വിട്ട് കഴിഞ്ഞാൽ വലിയ ചർച്ചയാവില്ലേ? പേര് വെളിപ്പെടുത്തേണ്ട, സ്വകാര്യതയെ മാനിക്കണം എന്ന് ഈ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പരാതി ഉയർന്നിരിക്കുന്ന വ്യക്തികളെ നിശ്ചിത കാലത്തേക്ക് ഈ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു നിർദ്ദേശം കൂടിയുണ്ട്. അപ്പോൾ അത് നടപ്പാകുമ്പോൾ ഇന്നയാൾ ഇത്രയും കാലം സിനിമയിൽ എന്താണ് ഇല്ലാത്തതെന്ന് ചോദ്യം വരികയും അയാൾ എന്തുകൊണ്ടാണ് മാറ്റി നിർത്തപ്പെടുന്നത് സ്വാഭാവികമായി പുറത്തുവരികയും ചർച്ച ചെയ്യപ്പെടും. പക്ഷെ അത് സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. മാറ്റി നിർത്തണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നടനെ മാറ്റി നിർത്തണമെന്ന് ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുക, സർക്കാർ എങ്ങനെ നടപ്പിലാക്കും? ആ നടൻ അഭിനയിക്കണോ വേണ്ടോ തീരുമാനിക്കുന്നത് ആ സിനിമയുടെ പ്രൊഡ്യൂസറും സംവിധായകനും ചേർന്നിട്ടാണ്. അപ്പോൾ അയാൾ പറയുന്നത് എൻ്റെ സിനിമയിൽ ഇത് അഭിനയിക്കണമെന്ന് പറയുന്നു, സർക്കാർ പറയാൻ പറ്റും ഇയാൾ അഭിനയിപ്പിക്കാൻ പറ്റില്ല എന്ന്? ഒന്നും പറയാൻ പറ്റില്ല. അല്ല, അങ്ങനെ പറയണമെന്നാണ് നിർദ്ദേശം. ഇല്ല, അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. കാര്യം അല്ലെങ്കിൽ ഇത് പോലീസ് കേസാവണം. ഇത് കേസായാൽ ഇത് നടക്കും. കേസാവാൻ എന്താ പോലീസ്? ഇപ്പൊ ഈ കമ്മിറ്റിയിൽ വന്നിരിക്കുന്ന മൊഴികൾ കേസാവുകയാണെങ്കിൽ കോടതിയിൽ ഈ മൊഴികളൊന്നും വരില്ല. ഈ മൊഴികളൊന്നും, കാരണം ഇത് തന്നെ വളരെ രഹസ്യമായി എന്റെ പേര് പറയരുതേ എന്ന് പറഞ്ഞിട്ട് പറയുന്ന ആളുകളാണ്. ജുഡീഷ്യൽ പ്രോസസ് അല്ലല്ലോ. അതൊരു ജുഡീഷ്യൽ പ്രോസസ് അല്ലാത്തത് കൊണ്ടും ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അല്ലാത്തത് കൊണ്ടും ഇതൊന്നും ഈ പറഞ്ഞ മൊഴി ഇതൊന്നും വലിയ സാധുതയുമില്ല. ഇതൊരു കറക്റ്റീവ് മെഷേഴ്സിന് ഉപയോഗിക്കാവുന്ന കാര്യങ്ങളാണ്. അതിന് പോലും സർക്കാർ തയ്യാറല്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് പറ്റിക്കുന്നത്. പാവം സ്ത്രീകളെ ഈ കമ്മിറ്റിക്ക് മുന്നിൽ വിളിച്ചു വരുത്തിയത്, ഈ കമ്മിറ്റിക്ക് വേണ്ടി ചെലവാക്കിയ തുക, ആരെയാണ് പറ്റിക്കുന്നത്? രണ്ട് കാര്യങ്ങളിലാണ് നമുക്ക് വിയോജിപ്പുള്ളത്. ഒന്ന്, ഇത് പുറത്തുവിട്ടൊരു ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാകണമായിരുന്നു. പൊതുസമൂഹം തീരുമാനിക്കട്ടെ. ഈ കമ്മീഷൻ ഈ കമ്മിറ്റിയിലുള്ളവരുടെ തന്നെ നിലപാടുകളും സംശയകരമായിരുന്നു. ഈ ശാരദ ഒക്കെ പ്രതികരിച്ചൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതെ, പണ്ട് കാലത്ത് അതായത് ആ സിസ്റ്റത്തിനൊപ്പം പോവുകയും ആ സിസ്റ്റമാണ് ശരിയെന്ന് കരുതുകയും ചെയ്യുന്നവർ തന്നെയാണ് ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുന്ന ഒരാളെങ്കിലും. അത് ചങ്ങലയാണെന്ന് തിരിച്ചറിയുന്നത്. ചങ്ങലയെ പ്രേമിച്ചു തുടങ്ങിയാലുള്ള പ്രശ്നം പിന്നീട് ചങ്ങലയ്ക്കെതിരെ വരുന്ന എന്ത് എതിർപ്പുകളെയും ആദ്യം എതിർക്കാൻ പോകുന്ന ചെറിയ ചങ്ങല നിങ്ങളായിരിക്കും. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചോദ്യം ഇങ്ങനെയായിരുന്നു, പുറത്ത് വിടാൻ പേടിയാണോ എന്നതായിരുന്നു. 3 പേരുടെയും അഭിപ്രായം പുറത്തു വിടാൻ ഭയമാണ് സർക്കാരിന് എന്നതാണ്.
Meet the editors.